പൂവിനെന്താ വില? മുഴത്തിന് 50 പൈസ. 50 പൈസക്ക് ഒരു കുറ്റി പുട്ട് തന്നെയല്ല. പുട്ട് തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. എന്ത് വിലക്ക് കൊടുക്കുന്ന പറ. 40 പൈസക്ക് വേണേ തരാം. മുഴത്തിന് 4 വെച്ച് കൊടുക്കോ? ഇല്ല, 30 പൈസക്ക് വേണേ തരാം. വേണോ? പോയല്ലേ, വലിയ ചെരുപ്പും പപ്പാസും ഒക്കെ ഇട്ട് കാറിലാ വരിക. പറയണത് പുട്ട് തിന്നണ കാര്യം. പണക്കാർക്ക് പുട്ടാവും പൂവിനേക്കാൾ വലുത്. തിന്നണ സാധനമല്ലേ വയറന്മാര്. ചന്ദ്രമണ്ഡലത്തിന്റെ മുകളിലൂടെ സൂര്യരേഖ കടന്നു പോകുന്നത് കാരണം. സൂര്യരേഖ എന്നൊന്നില്ല. നിന്റെ ജാതകത്തിൽ കാണൂല, എരണം കെട്ടതല്ലേ. എന്റെ ജാതകത്തിലുണ്ട് സാറേ. ഇവക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടെ. കള്ള കാക്കാത്തി കൊച്ചു കുഴപ്പങ്ങൾ വായിരിക്കുന്നൊന്നും കേക്കരുത്. ആ, ആദിത്യൻ 3ാം സ്ഥാനത്ത് ഗുലാം പരിശിട്ട് തലനീട്ടി നിൽക്കുകയാണ്. ക്ലാവർ ഗുലാനിട്ട് അവനെ വെട്ടി വ്യാഴം നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉടനടി മരിച്ചു പോകും. സത്യമായിട്ട് പറഞ്ഞതിനാണോ ഇയാളെന്നെ അടിച്ചത്? അമ്മൂമ്മയുടെ സത്യം. കയ്യിലിരുന്ന കാശ് വാങ്ങിയിട്ട് എന്റെ ഭാര്യ പറയില്ല. കല്യാണം കഴിക്കാത്ത എന്റെ ഭാര്യ മരിച്ചു പോകുന്ന രേഖയല്ല പൂർണ്ണിമചേരമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. നീ ഞാനെന്താ ഒരു വ്യത്യാസമേ ഉള്ളൂ. നീ കള്ളി, ഞാൻ കള്ളൻ. ഇരിക്കൂ, കാശ് വെക്കൂ, കൈ നീട്ടു. ഭാവി, ഭൂതം, വർത്തമാനം എന്നിവ ഉടനടി പറഞ്ഞു കൊടുക്കപ്പെടും. കല്യാണം കഴിച്ചതാണോ മക്കളുണ്ടോ എന്നോട് ആദ്യമേ പറയണം. ഫലം പറഞ്ഞു കേട്ട ശേഷം കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തല്ലിയാ ഞാനും തല്ലും. എന്റെ പേര് ചക്രപാണി. എന്താ ചക്രപാണിയുടെ പണി? എന്റെ പണി ജോത്സ്യം. വേണമെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കി ഞാൻ ലക്ഷണം പറയാം. എനിക്കറിയാം, കള്ള ലക്ഷണം. അതെ, മുഖം കവി സമാനേ, അഹം തവി കുണേശേ, ഇത്രേ കള ലക്ഷണേത്രേ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെ മുഖത്ത് ഒരേ ലക്ഷണം എങ്ങനെ വന്നു? കൊച്ചു കൊള്ളാം. അതെന്ത് പണിയാ? എടാ, നിന്നെപ്പോലെ ഒരുത്തിനെയാ ഞാൻ തേടി വന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാ ഇവിടെയുള്ള ജ്യോത്സ്യന്മാര് മുഴുവൻ കെട്ടുകെട്ടും. വരവ് പാതി പാതി. തല്ലിന്റെ വരവും പാതി പാതി മേടിച്ചോണം.
അതും ഞാൻ ഇട്ടു. വാ